നീയല്ലേ പറഞ്ഞത് ഇന്നലെ ടിൻറ്റുമോര് തന്നെ കിട്ടുന്നു. എന്നിട്ട് എന്തായി? യഥാർത്ഥത്തിൽ ടിൻറ്റുമോൻ നല്ലോണം പെർഫോം ചെയ്തതാ, പക്ഷേ ഭാഗ്യം കൈവിട്ടുപോയി. എനിക്ക് അപ്പോഴേ തോന്നിയതാ അവന്റെ ലോറിയും കാറും ഒന്നും കിട്ടില്ലാന്ന്. ഓ, ഒരു തമാശ. ഹായ് ഹായ് ടിൻറ്റുമോൻ. എന്നാലും ആ ഡുണ്ടുമോൾക്ക് ഓടി കാറും 5 കോടിയുടെ ഫ്ലാറ്റും ഒക്കെ കിട്ടിയില്ലേ? കഷ്ടം. നീയൊക്കെ അല്ലേ അവളെ വിന്നറാക്കേ, എന്നിട്ടിപ്പോ മുതല കണ്ണീരും കൊണ്ട് വരികയാണ്. ഞാനെന്ത് ചെയ്യും? ആ എച്ച് ഭാഗവതരല്ലേ അവളെ വിന്നറാക്കിയത്. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? എനിക്ക് ആ ഫ്ലാറ്റും കാറും കിട്ടാനുള്ള യോഗ ഇല്ലാന്ന് കരുതിക്കോ. ഏതായാലും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതിന് നന്ദി. ശരി, അപ്പൊ ഞാനിന്ന് പോകും. ഇനി എപ്പോഴെങ്കിലും എവിടെങ്കിലും വെച്ച് കാണാം. എടാ, നീ നാളെ തന്നെ നല്ലൊരു വക്കീലിനെ കണ്ട് ആ ഡുണ്ടുമോൾക്കെതിരെ കേസ് കൊടുത്തിരിക്കണം. മനസ്സിലായോ? അമ്മേ, പരിപാടിയിൽ എന്നെ വിന്നറാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കേസ് കൊടുക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? മാത്രമല്ല, നല്ലൊരു തുക വക്കീലന്മാർക്ക് കൊടുത്ത് നമ്മൾ മുടിയും. ആ ഡുണ്ടുമോളെ അവർ വിന്നറാക്കിയപ്പോ എന്തുകൊണ്ട് നീ ബഹളം വെച്ചില്ല? എന്തുകൊണ്ട് നീ പ്രതികരിച്ചില്ല? അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി സീൻ ഉണ്ടാക്കണ്ടടാ നീ. പ്രശ്നം ഉണ്ടാക്കുന്നു ബഹളം വെക്കുന്നൊന്നും എൻ്റെ സ്വഭാവത്തിലുള്ളതല്ല. മാത്രമല്ല, ഒരു പരിപാടിയുടെ ആങ്കർക്ക് അതിലെ ഇഷ്ടമുള്ള ആളെ വിന്നറാക്കിക്കൂടെ? ഈ കാര്യത്തിൽ ഞാൻ മുമ്പേ കമ്പനിയുമായിട്ടൊരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ആ, സമ്മതിച്ചു. പക്ഷേ ആ ആങ്കർ അല്ലല്ലോ അവളെ വിന്നറാക്കിയത്. അവളെ വിന്നറാക്കിയത് ആ അതിഥിയല്ലേ. ആ പോയിന്റ് വെച്ച് വേണം നമ്മൾ കോടതിയിൽ വാദിക്കാൻ. ഓക്കെ ഓക്കെ, അമ്മയുടെ ഇഷ്ടം പോലെ. ഹലോ ഹലോ. ആ ഭാഗവതരാണ്. ഹലോ സാർ, ഡുണ്ടുമോള റിയാലിറ്റി ഷോയിലെ. ആ ഡുണ്ടുമോളാണോ? ആ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? അത് പിന്നെ ടിൻറ്റുമോന് കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് സാർ. എനിക്ക് ഫ്ലാറ്റും കാറും ഒന്നും കിട്ടിയില്ല. എന്ത് ചെയ്യും? അവൻ അങ്ങനെ ചെയ്തോ? അവനെങ്ങനെ കേസ് കൊടുക്കുക? ഞാനല്ലേ നിനക്ക് ഫ്ലാറ്റും കാറൊക്കെ തന്നത്. സാർ ഒരു കാര്യം ചെയ്യോ, കോടതിയിൽ എനിക്ക് വേണ്ടി ഒന്ന് പറയോ? പ്രശ്നമാക്കണ്ട മോളെ, ഏത് കോടതിയിലും നിനക്ക് വേണ്ടി ഞാൻ വാദിക്കും. ഈ എച്ചി ഭാഗവതരാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു സാർ. ആ മോളെ, ഇടക്കിടക്ക് വിളിക്കണേ. ഓ ശരി സാർ. ഓ താങ്ക് യു. എന്താ മാഷ അത്യാവശ്യമായിട്ട് കാണുന്നു പറഞ്ഞ്? അതെ, ആ ടിൻറ്റുമോൻ ഡുണ്ടുമോൾക്കെതിരെ കേസ് കൊടുത്തു. ആണോ? ഇനി ആ കേസിന്റെ വിധി വന്ന ശേഷം 5 കോടിയും കാറും കൊടുത്താൽ മതി. അത് നന്നായി. നമ്മുടെ റിയാലിറ്റി ഷോയുടെ ഒരു സീസൺ കൂടി കഴിഞ്ഞിട്ട് വിധി വന്നാൽ മതി, പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അതെ, ഞാൻ ആ ഡുണ്ടുമോളെ വിളിച്ചിട്ട് കേസുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകും, അതാണ് വേണ്ടത്. നീ ഒരു കാര്യം ചെയ്യും, നീ ആ ടിൻറ്റുമോനെ വിളിക്ക്. ഹലോ ഹലോ, ആരാ? ഞാനാ നവീന. നവീൻ ജി, നീ കേസ് കൊടുക്കാൻ തീരുമാനിച്ചതിൽ വളരെ സന്തോഷം. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ എച്ചി ഭാഗവതർ നിന്നെ പറ്റിച്ചതാണ്. ആ എച്ചിയാണ് എല്ലാ പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ നീതി കിട്ടുവാനെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ അതിന്റെ അപ്പുറമുള്ള ഏത് കോടതിയിലോ പോകും. നിനക്ക് എന്ത് സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ എന്നോട് അറിയിച്ചാൽ മതി, ഞങ്ങൾ സഹായിക്കാം. ഇതുവരെ ഒരു പ്രശ്നമുണ്ട് സാർ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു സാർ. സാർ അത് പറഞ്ഞല്ലോ. പോരെ? ഓക്കേ, പൊളിച്ചില്ലേ? मणि तरी लावण्य पूछे समन में मला गया